നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ക്ലോറോഫോം കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്തല്ലേ? അതെ. ഇനി അടുത്ത 4-5 മണിക്കൂർ ഇവള് നല്ല ഉറക്കമായിരിക്കും. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ആവശ്യം കഴിയുമല്ലോ. എങ്ങോട്ടാ? അല്ല, ഞാൻ എണീക്കടാ. നിനക്കൊക്കെ ഇങ്ങനെ ഒരു അവസരം തന്നു തന്നെ വലിയ കാര്യം. അതിന്റെ കൂടെ നിനക്ക് ആദ്യം തന്നെ വേണം അല്ലടാ. ഇവളെ ഈ മുറി വരെ എത്തിച്ചത് എന്റെ ബുദ്ധിയും കഷ്ടപ്പാടും കൊണ്ടാ. ഞാനും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എടാ, നായാട്ടിന് പോകുമ്പോ ഇരയെ വീഴ്ത്തുന്ന വേട്ടക്കാരനാ അതിനു മേലുള്ള അവകാശം. നായാട്ടിന് കൂടെ വരുന്ന നായ്ക്കൾക്ക് അങ്ങനെയുള്ള അവകാശമില്ല. മനസ്സിലായോ? ഇറങ്ങിപ്പോടാ. നിന്നെ വിളിക്കുമ്പോ വന്നാ മതി. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. എന്തു പറ്റി? ഓ, അവൻ ആദ്യം കയറി എന്നെ പുറത്താക്കി. അല്ലെങ്കിലും ആ ചെറുക്കനെ കണ്ടാൽ അറിയാം, സ്വന്തം കാര്യം മാത്രം നോക്കുന്നവനാ. നീയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അവസാനം ഗുണം മുഴുവൻ അവനും കിട്ടും, ശിക്ഷ നിനക്കും കിട്ടും. എനിക്ക് കിട്ടേണ്ട ഗുണം കിട്ടിയില്ലെങ്കിൽ അവൻ വിവരം അറിയും. മര്യാദക്ക് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ തിരിച്ചെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ പോരായിരുന്നോ? നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കായിരുന്നല്ലോ. ഇപ്പൊ അബോധാവസ്ഥയിൽ നടക്കാൻ പോകുന്നതൊക്കെ കല്യാണം കഴിഞ്ഞ് ആദ്യരാത്രിക്ക് നടക്കേണ്ടതായിരുന്നു. പക്ഷേ നിനക്ക് ആ മൊണ്ണ വക്കീലിനെ മതി. എന്നെ വേണ്ടെന്ന് പറഞ്ഞ് അപമാനിച്ച നിന്നെ വെറുതെ വിട്ട അതെനിക്ക് മോശമല്ലേ? അതുകൊണ്ട് ഇന്ന് നിനക്ക് ഒരിക്കലും നികത്താൻ പറ്റാത്തൊരു നഷ്ടം ഞാൻ വരുത്തി വെക്കും. ഓരോ തവണ കണ്ണാടി നോക്കുമ്പോഴും നിനക്ക് അവനോടൊരു അറപ്പ് തോന്നും. അതിന് കാരണക്കാരൻ ഈ ഞാനായിരിക്കും. അത് ആലോചിക്കുമ്പോ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മോളെ. നീ കല്യാണം കഴിക്കുന്നത് മുകുന്ദനെയായിരിക്കും, പക്ഷെ ആദ്യ രാത്രി എന്റെ കൂടെയായിരുന്നെന്ന് ജീവിതകാലം മുഴുവൻ നീ മറക്കില്ല. എടാ മുകുന്ദ, ഇവൾ അനുഭവിക്കാൻ ആദ്യ യോഗ എനിക്ക്. അത് കഴിഞ്ഞിട്ട് മതി നീ. പോലീസ് നമസ്കാരം സാറേ. എന്താ ഈ വഴിയൊക്കെ? ഒരു ഭജന കൂടാൻ വന്നതാ. അടിച്ചെന്നിട്ട് മോന്ത ഞാൻ പരത്തും. നിന്നോട് എത്ര ഗുണ പറഞ്ഞാ ഒരുമാതിരി ഉടായ്പ പരിപാടികൾക്കൊന്നും റൂം കൊടുക്കരുതെന്ന്. പേരിൽ മാത്രം പവിത്രം, എന്നാ ഉള്ളിൽ നടക്കുന്നൊക്കെ ഉടായ്പ മാത്രം. അയ്യോ, അങ്ങനെ ഒരു ഉടായ്പ പരിപാടി ഇവിടെ നടക്കുന്നില്ല സാറേ. ഉറപ്പാണോ? അല്ല, ഞങ്ങൾ ബുക്ക് ചെയ്യുന്നവർക്ക് മുറി കൊടുക്കുന്ന എന്നേ ഉള്ളൂ. അകത്തവരെന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ മാഡം? കൊള്ളാം, നല്ല ന്യായം. ഇവിടെ എന്താണ് നടക്കുന്നുള്ള വ്യക്തമായ വിവരം കിട്ടിയിട്ടാ ഞങ്ങൾ വരണത്. മര്യാദക്ക് ആ പിള്ളേര് ഏത് റൂമിലാണെന്ന് പറഞ്ഞോളണം. ഏത് പിള്ളേരുടെ കാര്യം സാറ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാറേ, ആ പിള്ളേരുടെ മുറി ഞാൻ കാണിച്ചു തരാം.
ചേച്ചിയാണോ സ്റ്റേഷനിലേക്ക് വിളിച്ചത്? അതെ, അവന്മാര് റൂം എടുക്കാൻ വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. പിന്നെ അവരെ കുറച്ചുകൂടെ സൂക്ഷിച്ച് നിരീക്ഷിച്ചപ്പോ ഞാൻ സംശയിച്ചതൊക്കെ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി ശരിക്കും ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ആണല്ലോ. അങ്ങനെ വല്ലതും ഒക്കെ ആവേണ്ടതായിരുന്നു. പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ തന്നെ പണിയുന്നോടി. നീ തരുന്ന ശമ്പളത്തിനെ ഞാൻ നല്ല വൃത്തിയായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് കരുതി മുന്നിലൊരു തെറ്റ് നടക്കുന്നത് കണ്ടിട്ടേ ഞാൻ മിണ്ടാതിരിക്കുന്നു നീ പ്രതീക്ഷിക്കേണ്ട. സാർമാര് വാ, റൂം ഞാൻ കാണിച്ചു തരാം. മാഡോ, പ്ലീസ് മാഡം, കസ്റ്റമേഴ്സ് റൂം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ ശരിയല്ല. പോലീസ് ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങുന്ന സ്ഥലമാണെന്നറിഞ്ഞാൽ ഇവിടെ പലരും അവരുടെ ആവശ്യങ്ങൾക്ക് റൂം എടുക്കില്ല. അങ്ങനെ പറയാൻ കൊള്ളാത്ത കാര്യത്തിന് റൂം എടുക്കുന്നവര് വരണ്ടാന്ന് വെച്ചാ പോരെ. ഈ പെണ്ണുമ്പിള്ളയുടെ വാക്ക് കേട്ട് സാറ് വെറുതെ എടുത്ത് ചാടുന്നില്ല. പെണ്ണുപിള്ളയോ? ഒരു സ്ത്രീയെ കുറിച്ച് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? കുറച്ച് ബഹുമാനത്തോടെ സംസാരിക്കണം. നിന്റെ വീട്ടിലുള്ളവരോട് ഇങ്ങനെയാണോ സംസാരിക്കുക? മാഡോ, നടക്കാൻ. ഈശ്വര, പെട്ടു. അഭിയെ വിളിച്ച് കാര്യം പറയാം. ശല്യം. എന്താണ് നിന്റെ പ്രശ്നം? കുറച്ചു നേരം കാത്തിരിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ലേ? അത്രയ്ക്ക് ആക്രാന്തം പിടിച്ചോ? എടാ, ഞാൻ അതിനല്ല വിളിച്ചത്. ഹോട്ടലിൽ റെയ്ഡ് നടക്കുന്നു. നമ്മളെ കുറിച്ചുള്ള വിവരം ഹോട്ടലിൽ അടിച്ചു വരുന്ന ചേച്ചി പോലീസിനെ വിളിച്ച് അറിയിച്ചെന്ന് തോന്നുന്നു. സുരേഷിനെ കൂടെ കൂട്ടി പോലീസ് മുറിയിലേക്ക് വരുന്നുണ്ട്. കഷ്ടകാലത്തിന് മഞ്ജുവും പോലീസുകാരുടെ കൂടെയുണ്ട്. നിന്നെ മഹിമയുടെ കൂടെ റൂമിൽ നിന്ന് പൊക്കിയ എൻകൗണ്ടർ ചെയ്യാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ പറ്റില്ല. എടാ, നീ ഇപ്പൊ എവിടാ? ഞാൻ ഇവിടെ തന്നെയുണ്ട്. എടാ, എന്തെങ്കിലും ചെയ്തോണ്ടൊന്ന് രക്ഷിക്കടാ. എനിക്ക് റൂമിൽ കയറി വന്ന് നിന്നെ സഹായിക്കാനൊന്നും പറ്റില്ല. നിനക്കെങ്ങനെയെങ്കിലും റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. എന്നെ ഒഴിവാക്കി ആദ്യം റൂമിൽ കയറി എൻജോയ് ചെയ്യാൻ നോക്കിയല്ലേ? അനുഭവിക്കട്ടെ. ഇതാ സാർ റൂം. റൂം സർവീസ്. ബിസ്കൂട്ടാ, എല്ലാത്തിനും തൂക്കിയെടുത്ത് വണ്ടിയിലിട്. ജോലി ചെയ്യുന്ന സ്ഥാപനമാണെന്ന് പോലും നോക്കാതെ ഞങ്ങളെ വിളിച്ച് ഇതിനെക്കുറിച്ച് അറിയിച്ചതിന് ചേച്ചി എത്ര പുകഴ്ത്തിയാലും പോരാ. ഞാനൊരു സാധാരണക്കാരി ചെയ്യേണ്ടതേ ചെയ്തുള്ളൂ സാറേ. ഇവന്മാരെ സ്വയം മയക്കുമരുന്ന് ഉപയോഗിക്കുക മാത്രമല്ല, ബാക്കിയുള്ളവരെ വഴിതെറ്റിക്കുക. വാ. നടക്കണം.